നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാറളം ഗ്രാമപഞ്ചായത്തിൽ വെങ്ങടിശ്ശേരി മുതൽ കോടന്നൂർ വരെ പൊതുമരാമത്ത് റോഡുകളിൽ തകർന്ന കുടിവെള്ള പൈപ്പുകൾ ഉടൻ പുനഃസ്ഥാപിക്കും. പാറളം പഞ്ചായത്ത് ഭരണസമിതിയുടെ അഭ്യർത്ഥനയിൽ ഗീതാ ഗോപി MLA നടത്തിയ സന്ദർശനമാണ് പ്രശ്നത്തിന് പരിഹാരമാകുന്നത്. വള്ളച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 63ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തോടനുബന്ധിച്ച് ചെസ് മത്സരം നടന്നു. വള്ളച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ വായനാ ദിനാഘോഷവും വായന പക്ഷാചരണവും നടന്നു. വിവിധ പരിപാടികളോടെയാണ് വായന പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചത്. വാർത്തകൾ വിശദമായി. പാറളം ഗ്രാമപഞ്ചായത്തിൽ വെങ്ങടിശ്ശേരി മുതൽ കോടന്നൂർ വരെ പൊതുമരാമത്ത് റോഡുകളിൽ തകർന്ന കുടിവെള്ള പൈപ്പുകൾ ഉടൻ പുനഃസ്ഥാപിക്കും. പാറളം പഞ്ചായത്ത് ഭരണസമിതിയുടെ അഭ്യർത്ഥനയിൽ ഗീതാ ഗോപി MLA നടത്തിയ സന്ദർശനമാണ് പ്രശ്നത്തിന് പരിഹാരമാകുന്നത്. വെങ്ങടിശ്ശേരി മുതൽ കോടന്നൂർ വരെ പൊതുമരാമത്ത് റോഡുകളുടെ പുനഃസ്ഥാപിക്കൽ പ്രവർത്തനത്തിനിടെയാണ് കുടിവെള്ള പൈപ്പുകൾ തകർന്നത്. എന്നാൽ തകർന്ന കുടിവെള്ള പൈപ്പുകൾ പുനഃസ്ഥാപിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ തയ്യാറായില്ല. ഇതോടെ പ്രശ്നപരിഹാരത്തിനായി പാറളം പഞ്ചായത്ത് ഭരണസമിതി ഗീതാ ഗോപി MLAയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് MLA പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ബന്ധപ്പെട്ട സ്ഥലം സന്ദർശിച്ചു. വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ വനജ രാജൻ, PP തോമസ്, റിൻസി ജൂബി, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രദീപ് പാണപ്പറമ്പിൽ, പാറളം പഞ്ചായത്ത് അംഗങ്ങളായ ഷക്കീർ, പ്രണിത സഹിൽ, സുധ അനിലൻ, ഓമന മങ്ങാടൻ, നിഖിൽ പള്ളിപ്പുറം എന്നിവരും സന്ദർശക സംഘത്തിൽ ഉണ്ടായിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവരെ സ്ഥലത്ത് വിളിച്ചുവരുത്തി ആവശ്യമായ മേൽ നടപടികൾക്ക് MLA നിർദ്ദേശം നൽകി. വള്ളച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 63ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തോടനുബന്ധിച്ച് ചെസ് മത്സരം നടന്നു. വള്ളച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു, ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുധാ നമ്പ്യാർ, കൺവീനർ KG ജിബിൻ, ട്രഷറർ TG ദാസൻ, ജോയിന്റ് കൺവീനർ TP ഹൈഡ്, NB അജിതൻ, വൈസ് പ്രസിഡന്റ് TG രാജൻ എന്നിവർ സംസാരിച്ചു. 15 കലാസമിതികളിൽ നിന്നായി 65 പേരാണ് ചെസ് മത്സരത്തിൽ പങ്കെടുത്തത്. കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ വായനാ ദിനാഘോഷവും വായന പക്ഷാചരണവും നടന്നു. വിവിധ പരിപാടികളോടെയാണ് വായന പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചത്. മുൻ പ്രധാന അധ്യാപകനും BPOയുമായിരുന്ന TS സജീവൻ വായന പക്ഷാചരണം ഉദ്ഘാടനം ചെയ്തു. വായനാ ദിന പ്രസംഗം, പുസ്തക പരിചയം, സ്കിറ്റ് അവതരണം, പുസ്തക പ്രദർശനം, ക്യൂസ് മത്സരം, വായനാ മത്സരം തുടങ്ങിയ വിവിധ പരിപാടികളാണ് വായന പക്ഷാചരണത്തിൽ സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്കായി ചടങ്ങിൽ പത്രശില്പശാല നടത്തി. വാർത്തകളിലൂടെ വിജ്ഞാന ലോകത്തേക്ക് ഒരു യാത്ര എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല TS സജീവൻ നയിച്ചു. പത്രവായനയുടെ പ്രാധാന്യം, വാർത്തകളെ വിശകലനം ചെയ്യാനുള്ള പരിശീലനം, പത്രനിർമ്മാണവും അവതരണവും, ഭാഷാ വായനാ കഴിവുകളുടെ വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം ക്ലാസ് എടുത്തു. പത്രങ്ങൾ എങ്ങനെ വായിക്കണം, വാർത്തകൾ എങ്ങനെ തിരഞ്ഞെടുക്കണം, ഒരു പത്രം എങ്ങനെ തയ്യാറാക്കാം തുടങ്ങിയ കാര്യങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതായിരുന്നു ശില്പശാല. വായനയിലൂടെ കുട്ടികളുടെ വിജ്ഞാനവും ഭാഷാശുദ്ധിയും വർദ്ധിപ്പിക്കാൻ വായന പക്ഷാചരണ പരിപാടികളിലൂടെ സാധ്യമായി. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായുള്ള രുക്മിണി സ്വയംവരം ഭക്തി നിർഭരം. നിരവധി ഭക്തരാണ് രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ പങ്കെടുത്തത്. ബ്രഹ്മശ്രീ ഹരിഗോവിന്ദൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. തലപ്പണ പരമേശ്വരൻ നമ്പൂതിരി, പുനലൂർ വിഷ്ണു കൊല്ലം എന്നിവർ സഹയജ്ഞാചാര്യന്മാരായി. സപ്താഹ യജ്ഞത്തിന്റെ 5ാം ദിവസമായ ശനിയാഴ്ച രാവിലെ ശ്രീകൃഷ്ണ ജന്മോത്സവം, പൂതനാമോക്ഷം, ബാലലീല എന്നിവ ഉൾപ്പെട്ടതായിരുന്നു ഭാഗവത സപ്താഹ യജ്ഞം. തുടർന്ന് നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. ഈ മാസം 25-ന് ദ്രവ്യകലശത്തോടെ നടക്കുന്ന ഭഗവതി ക്ഷേത്ര പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഒരുക്കിയത്. ചൊവ്വൂർ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആകസ്മികമായി വരുമാനം ഇല്ലാതാകുന്നവർക്ക് താൽക്കാലികമായി ചികിത്സാ ഉപകരണങ്ങൾ നൽകുന്ന പ്രവർത്തനത്തിന് തുടക്കമായി.
ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക അതിർത്തിയിലെ നാനാജാതി മതസ്ഥർക്കായുള്ള ട്രസ്റ്റിന്റെ തുടർ പ്രവർത്തനമാണിത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചൊവ്വൂർ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടരുന്നതാണ് ആകസ്മികമായ വരുമാനം ഇല്ലാതാകുന്നവർക്ക് സാമ്പത്തികമായും സാന്ത്വനമായും നൽകുന്ന പദ്ധതി. ഇതിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിലുള്ളവർക്ക് ചികിത്സാ ഉപകരണങ്ങൾ താൽക്കാലികമായി നൽകുന്ന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി വികാരി ഫാദർ പോളി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. വ്യക്തികൾ തമ്മിൽ ഷെയർ ചെയ്തുകൊണ്ട് ലഭിക്കുന്ന ആ ഫണ്ട് ഉപയോഗിച്ച് മറ്റുള്ളവരെ, രോഗികളായിട്ടുള്ളവരെ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെയൊക്കെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത്. ബൈബിളിലെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചെറിയവരിൽ ഒരുവിനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നുള്ള വചനം, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രായോഗികമാക്കുകയായിരുന്നു ഈ പ്രസ്ഥാനം. നിരവധി പേര് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു സാമൂഹ്യ സേവനം എന്നതിനേക്കാൾ ഉപരി ഒരു വ്യത്യസ്തമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് നൽകുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇതിനെ കണ്ടെത്താനായിട്ട് സാധിക്കുക. ഷെയർ ആൻഡ് കെയർ ചെയർമാൻ എം ഡേവിസ് അധ്യക്ഷനായി. ഷെയർ ആൻഡ് കെയർ ആത്മീയ ഉപദേഷ്ടാവും എരുവപ്പെട്ടി സേക്രഡ് ഹാർട്ട് ഫൊറോന പള്ളി വികാരിയുമായ ഫാദർ ജോഷി ആളൂർ അനുഗ്രഹ സന്ദേശം നൽകി. യുവജന വിഭാഗമാക്കി മാറ്റിക്കൊണ്ട് പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ 2-3 കൊല്ലം കഴിയുമ്പോൾ അവർ കല്യാണം കഴിഞ്ഞ് വേറൊരു ഇടവകയിലേക്കോ അല്ലെങ്കിൽ വേറെ പല ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോകാനായിട്ട് ഇടയാകാം. പക്ഷേ നമ്മളുടെ ഈ ഷെയർ ആൻഡ് കെയറിലൂടെ അവർക്ക് ലഭിക്കുന്ന ഒരു സാമൂഹ്യ ബോധം അവരെവിടെ പോയി കഴിഞ്ഞാലും അവർക്ക് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് അവരെ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇഷ്ടമുള്ള ഒരാളാണ്, പ്രവർത്തിക്കുന്ന ഒരാളും കൂടെയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ രൂപതയുടെ സാമൂഹ്യക്ഷേമ ഇപ്പോഴാണ് സാന്ത്വനമായത്. അതിനേക്കാൾ മുമ്പ് സോഷ്യൽ വെൽഫെയർ സെന്റർ, സോഷ്യൽ ആക്ഷൻ അങ്ങനെയുള്ള പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. സ്പോൺസർ ചെയ്ത ചികിത്സാ ഉപകരണങ്ങൾ ചടങ്ങിൽ ഏറ്റുവാങ്ങി. സ്ഥാപക മെമ്പറും ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സിജോ ജോർജ്, ചൊവ്വൂർ ഹോളി ഫാമിലി കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ഷാൻസി ജോർജ്, ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലെ ഡീക്കൻ ആൽബിൻ വെളിയംകുളത്ത്, ഷെയർ ആൻഡ് കെയർ മെമ്പർമാരായ ഗ്രേഡു കുര്യൻ, വിഒ പോൾ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി പ്രവർത്തക യോഗം കോടന്നൂർ ഇന്ദിരാഭവനിൽ നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനങ്ങൾ സർക്കാരിന് സമർപ്പിക്കാൻ പ്രവർത്തക യോഗത്തിൽ തീരുമാനം. ഡിസിസി വൈസ് പ്രസിഡന്റ് സിഒ ജേക്കബ് യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ടോണി ചെറിയത്ത് അധ്യക്ഷനായി. നെല്ലിന്റെ താങ്ങുവില കൂട്ടി നിശ്ചയിക്കുക, കുണ്ടോളിക്കടവ് കോടന്നൂർ അമ്മാടം വഴി KSRTC ബസ് പുനഃസ്ഥാപിക്കുക, വെങ്ങടിശ്ശേരി കോടന്നൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നിവ ആവശ്യപ്പെട്ട് സർക്കാരിന് നിവേദനം സമർപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. സഹകരണ വകുപ്പിന്റെ ആശ്വാസ് പദ്ധതിയിൽ കേരള സർക്കാരിന്റെ പരസ്യത്തിൽ മുഖ്യമന്ത്രിയുടെയും സഹകരണ മന്ത്രിയുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തി അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് ഫ്ലക്സുകൾ പ്രദർശിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. തുടർന്ന് വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ AP രാമകൃഷ്ണൻ, M സേതുമാധവൻ, ടോമി പെല്ലിശ്ശേരി, സന്തോഷ് സെൻ, ജനപ്രതിനിധികളായ ജൂബി ചിറയത്ത്, റിൻസി ജൂബി, റോസ്മേരി അബേഷ്, നിഖിൽ പള്ളിപ്പുറം, പോഷക സംഘടനാ നേതാക്കളായ സാബു, മാലതി, രാജൻ നെല്ലാത്ത, AV ലീജ, AD ജോണി, A റപ്പായി, PJ ഫ്രാൻസിസ്, സുബ്രഹ്മണ്യൻ കുറുവത്ത്, CO ജോൺസൺ, ആന്റണി തെക്കേക്കര എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഗീതാ ഗോപി MLAക്ക് നിവേദനം. ജനകീയ സമിതിയും അന്തിക്കാട് പോലീസ് ജനമൈത്രി സമിതിയും ചേർന്നാണ് നിവേദനം കൈമാറിയത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് താന്യം ഡിവിഷൻ അംഗം KP സന്ദീപ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ, താന്യം 5 വാർഡ് മെമ്പർ അജിത മോഹനൻ, അന്തിക്കാട് പോലീസ് ജനമൈത്രി സമിതി അംഗങ്ങളായ അബ്ബാസ് വീരാവുണ്ണി, TV ദീപു, ഷൈജു കല്ലാട്ട്, EC അനിൽ എന്നിവർ നിവേദനം കൈമാറിയ ചടങ്ങിൽ സംബന്ധിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഞാൻ പ്രതിപക്ഷ MLA-യാണ്. പെരിങ്ങോട്ടുകരയിൽ 88 സെന്റ് ഭൂമിയിൽ ഒരു ഔട്ട് പോസ്റ്റ് വരണമെന്നും നിലവിലുള്ള ഔട്ട് പോസ്റ്റ് നാട്ടുകാരുടെ സഹകരണത്തോടെ പുതുക്കി പണിക്കുന്നു. അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് അത് നാടിന് വേണ്ടി സമർപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലും അന്നത്തെ പ്രസന്റേഷനിലും ഇതൊരു പോലീസ് സ്റ്റേഷൻ ആക്കുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ ഇടപെടലുകൾ നടത്താമെന്നും അദ്ദേഹം അന്ന് ഉന്നയിക്കേണ്ടത്. തുടർന്ന് ഒരു പോലീസ് സ്റ്റേഷൻ സംവിധാനത്തിൽ വരണമെന്നും അതിനുവേണ്ടിയുള്ള ആദ്യഘട്ടത്തിൽ ഒരു 50 ലക്ഷം രൂപ അതിനുവേണ്ടി അസറ്റ് ഡെവലപ്മെന്റ് ഫണ്ടിന് അനുവദിക്കുകയും
ലാൻഡ് സംബന്ധമായിട്ടുള്ള ചില അപാധകളുടെ കാരണമാണ് അന്ന് ആ സമയത്ത് പണിയാതെ നമുക്ക് പോകാൻ കഴിഞ്ഞത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെരിങ്ങോട്ടുകരയിൽ ഒരു പോലീസ് സ്റ്റേഷൻ അനിവാര്യമാണ്. അന്തിക്കാട് പോലുള്ള സ്റ്റേഷന്റെ പരിമിതിയും അതിൻ്റെ അസൗകര്യങ്ങളും വേണ്ടത്ര രീതിയിലുള്ള പോലീസിന്റെ സ്റ്റാഫ് സ്ട്രെങ്ത്തും ഇല്ലാത്തതിന്റെ സാഹചര്യങ്ങൾ ക്രമാതീതമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നത് ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ള തൃപ്രയാറിൽ ഉണ്ടായിട്ടുള്ള 16 ലക്ഷം രൂപ കവർന്നിട്ടുള്ള സംഭവവികാസങ്ങൾ ക്രമസമാധാനവും സാമൂഹ്യ സുരക്ഷിതത്വം ജനങ്ങൾക്കായി ഉറപ്പുവരുത്താൻ ഈ സർക്കാരിന് മുന്നിൽ സ്ഥല MLA എന്ന നിലയിൽ 22-ന് നടക്കാൻ പോകുന്ന നിയമസഭാ നടപടികളിലും 23-24കളിലായിട്ട് സബ്മിഷൻ പോസ്റ്റ് ചെയ്യണമെന്ന് വിനീതമായി സ്പീക്കർക്ക് കത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുമായി നടപടിയിലേക്ക് പോകുന്നതോടൊപ്പം ഈ ജനകീയ സമിതിയിലെ അംഗങ്ങളും MLAയും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനെ കാണാൻ കൂട്ടമായി ശ്രമിക്കാൻ നിങ്ങളുടെ കൂടെ MLA ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. 5 ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന അന്തിക്കാട് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തന ഭാരവും മതിയായ പോലീസുകാരുടെ കുറവും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നതിനാലാണ് അടിയന്തരമായി പെരിങ്ങോട്ടുകര കേന്ദ്രീകരിച്ച പോലീസ് സ്റ്റേഷൻ എന്ന ആവശ്യം ഉയർന്നത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ മതിയായ പോലീസുകാരോ വാഹനങ്ങളോ ഇല്ലാത്തത് 16 വില്ലേജുകൾ ഉൾപ്പെടുന്ന 5 പഞ്ചായത്തുകളിലെ ജനജീവിതത്തിന് ഭീഷണിയാകുന്ന സാഹചര്യമാണുള്ളത്. ഇതിന് പരിഹാരമായി അന്തിക്കാട് സ്റ്റേഷൻ പരിധി വിഭജിച്ച് പെരിങ്ങോട്ടുകരയിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഔട്ട് പോസ്റ്റ് നിൽക്കുന്ന സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്നാണ് ജനകീയ സമിതിയും അന്തിക്കാട് പോലീസ് ജനമൈത്രി സമിതിയും നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെടുന്നത്. പെരിങ്ങോട്ടുകരയിൽ പോലീസ് സ്റ്റേഷൻ വരേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും ഇതിനായി ജനകീയ സമിതിക്ക് ഒപ്പമുണ്ടാകുമെന്ന് നിവേദനം ഏറ്റുവാങ്ങിയ ഗീതാഗോപി MLA അറിയിച്ചു. ഏങ്ങണ്ടിയൂരിൽ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. താലൂർ സ്വദേശി എടക്കുന്നി വീട്ടിൽ അഖിലാണ് അറസ്റ്റിലായത്. മുഖ്യപ്രതിയും വാടാനപ്പള്ളി സ്റ്റേഷൻ റൌഡിയുമായ തൃത്തല്ലൂർ സ്വദേശി മാളൂത്ര വീട്ടിൽ രഘു ഓടി രക്ഷപ്പെട്ടു. ഏങ്ങണ്ടിയൂർ ആയിരംകണ്ണി ക്ഷേത്രത്തിന് സമീപത്തെ അക്ഷയ ഫൈനാൻസിയേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമം നടന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. അറസ്റ്റിലായ അഖിലും 1-ാം പ്രതിയും വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ റൌഡിയുമായ രഘുവും ചേർന്ന് ആസൂത്രിതമായാണ് മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. അക്ഷയ ഫൈനാൻസിലെത്തിയ പ്രതികൾ 7.8 ഗ്രാം തൂക്കം വരുന്ന മുക്കുപണ്ടമായ വളകൾ യഥാർത്ഥ സ്വർണ്ണമാണെന്ന് കാണിച്ച് പണയം വയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. സ്ഥാപനത്തിൽ നിന്ന് 76,000 രൂപ തട്ടിയെടുക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. ഇതിനിടെ സ്ഥാപനത്തിന്റെ പാർട്ണറും ഗോൾഡ് അപ്രൈസറുമായ ഏങ്ങണ്ടിയൂർ 5-ാം സ്വദേശി മാട്ടുമൽ വീട്ടിൽ സത്യകാമൻ നടത്തിയ പരിശോധനയിൽ പണയം വയ്ക്കാൻ ശ്രമിച്ച ആഭരണങ്ങൾ മുക്കുപണ്ടമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതിനിടെ സംഭവം പന്തിയല്ലെന്ന് കണ്ട 1-ാം പ്രതി രഘു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇതോടെ 2-ാം പ്രതിയായ അഖിലിനെ സ്ഥാപന ഉടമയും ജീവനക്കാരും ചേർന്ന് തടഞ്ഞുവെച്ച് വാടാനപ്പള്ളി പോലീസിന് കൈമാറുകയായിരുന്നു. രക്ഷപ്പെട്ട പ്രതി രഘുവിനെ പിടികൂടാൻ പോലീസ് തിരച്ചിൽ ശക്തമാക്കി. അറസ്റ്റിലായ അഖിൽ നെടുപുഴ ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി മദ്യലഹരിയിൽ മനുഷ്യജീവന് അപകടം വരത്തക്കവിധം വാഹനമോടിക്കൽ, ലഹരിക്ക് അടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്യൽ, മനുഷ്യജീവന് അപകടം വരുത്തൽ ഉൾപ്പെടെ 5 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. വാടാനപ്പള്ളി SI ഗോകുൽ, ഗ്രേഡ് SIമാരായ രഘുനാഥ്, മുഹമ്മദ് റാഫി, അരുൺ, ഗ്രേഡ് സീനിയർ CPO മഹേഷ്, CPOമാരായ സുജിത്, റിഷാദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അറസ്റ്റിലായ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ചേർപ്പ് പെരുമ്പിളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ ദ്വാദശി ഊട്ട് ഈ മാസം 26-ന് വെള്ളിയാഴ്ച നടക്കും. രാവിലെ മുതൽ വിശേഷാൽ പൂജകൾക്ക് തുടക്കമാകും. മഹാഗണപതി ഹോമം, കാൽ കഴുകിച്ച് ഊട്ട്, ലക്ഷ്മി നാരായണ പൂജ, ഭൂമി പൂജ എന്നിവ കൂടാതെ നാമജപവും നടക്കും. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പ്രസാദ ഊട്ട് വിതരണം ചെയ്യും. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് സമർപ്പണവും നടക്കും. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ദ്രവ്യകലശം പ്രതിഷ്ഠാദിനം ഈ മാസം 23, 24, 25 തീയതികളിലായി നടക്കും. 23-ന് ചൊവ്വാഴ്ച വൈകിട്ട് 6-ന് ആചാര്യവരണം, 24-ന് ബുധനാഴ്ച താന്ത്രിക ചടങ്ങുകൾ എന്നിവ നടക്കും. 25-ന് വ്യാഴാഴ്ചയാണ് ദ്രവ്യകലശത്തോടെ പ്രതിഷ്ഠാദിനം ആഘോഷിക്കുക. രാവിലെ 9 മണിക്ക് ബ്രഹ്മകലശാഭിഷേകം, രാവിലെ 10-ന് ശ്രീഭൂതബലി, തുടർന്ന് എഴുന്നള്ളിപ്പ് നടക്കും. പെരുവനം കുട്ടന്മാരാർ നയിക്കുന്ന പഞ്ചാരിമേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയൊരുക്കും. രാവിലെ 11 മണിക്ക് പ്രസാദ ഊട്ട് വിതരണം ചെയ്യും. വൈകിട്ട് 6-ന് നിറമാലയ്ക്ക് ശേഷം നാദസ്വരം അരങ്ങേറും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,390 രൂപ, പവന് 1,07,120 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539 080053.
പാറളം ഗ്രാമപഞ്ചായത്തിൽ വെങ്ങടിശ്ശേരി മുതൽ കോടന്നൂർ വരെ പൊതുമരാമത്ത് റോഡുകളിൽ തകർന്ന കുടിവെള്ള പൈപ്പുകൾ ഉടൻ പുനഃസ്ഥാപിക്കും. പാറളം പഞ്ചായത്ത് ഭരണസമിതിയുടെ അഭ്യർത്ഥനയിൽ ഗീതാ ഗോപി MLA നടത്തിയ സന്ദർശനമാണ് പ്രശ്നത്തിന് പരിഹാരമാകുന്നത്. വള്ളച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 63ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തോടനുബന്ധിച്ച് ചെസ് മത്സരം നടന്നു. വള്ളച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ വായനാ ദിനാഘോഷവും വായന പക്ഷാചരണവും നടന്നു. വിവിധ പരിപാടികളോടെയാണ് വായന പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.